മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ലോക്കറിൽ പരിശോധന. തിരുവനന്തപുരത്തെ HDFC ബാങ്കിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ ED ചോദ്യം ചെയ്തിരുന്നു. ലോക്കർ വിവരങ്ങൾ പരിശോധിച്ച ശേഷം വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, കഴിഞ്ഞ ദിവസം വീണയെ 8 മണിക്കൂറോളമാണ് ED ചോദ്യം ചെയ്തത്. നിരവധി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ പലതിനും വ്യക്തമായ മറുപടി വീണയ്ക്കില്ലായിരുന്നു. ഇപ്പോൾ ഈ ബാങ്ക് ലോക്കർ നേരത്തെ സീസ് ചെയ്തതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് EDയുടെ ഇപ്പോഴത്തെ നടപടി? തീർച്ചയായും രഞ്ജിത്ത്, ഈ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്ത അക്കൗണ്ടിലേക്ക് വിവരങ്ങളാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥരുടെ പരിശോധിച്ച് വരുന്നത്. നമുക്കറിയാം, ഇത് കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്യൽ, അതായത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷമാണ് വീണ അവിടെ നിന്ന് മടങ്ങിയത്. വീണ്ടും സമൻസ് അയക്കുമെന്നുള്ള വിവരമടക്കം പുറത്തേക്ക് വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു ഫ്രീസ് ചെയ്ത അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു സാമ്പത്തിക ക്രമക്കേടുകൾ ഏതൊക്കെ തരത്തിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു ബാങ്കിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം സ്റ്റാച്യൂവിന് സമീപമുള്ള HDFC ബാങ്കിലാണ് വീണ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ഇവിടെ ED ഉദ്യോഗസ്ഥർ 10:30 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ നൽകിയ മൊഴി, അല്ലെങ്കിൽ വീണ നൽകിയ വിവരങ്ങളുടെ വിശദീകരണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരുത്തുക, ഒപ്പം തന്നെ അതിലെന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ എന്ന കാര്യത്തിലടക്കം മനസ്സിലാക്കുക. അതിനുശേഷം ഇനി സമൻസ് അയക്കുമ്പോൾ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട, ഈ ഒരു ഫ്രീസ് ചെയ്ത അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇതിന് മുൻപ് നടന്ന പല ട്രാൻസാക്ഷൻസും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്തുക, കൂടുതൽ ചോദ്യം ചെയ്യലിലെ കാര്യങ്ങളിലേക്ക് അടക്കം ഈ ഒരു വിവരശേഖരണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ED ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, പല രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അടക്കമുണ്ട കേസാണ്. വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നൊരു കേസാണ് ഈ ഒരു വീണയുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം. ഈ ഒരു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ആരൊക്കെ പണം കൈമാറ്റം നടത്തിയിട്ടുണ്ട്, ആരുടെയൊക്കെ കയ്യിലേക്ക് അനധികൃതമായിട്ടുള്ള സമ്പത്ത് എത്തിയിട്ടുണ്ടെന്ന കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം EDയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഓരോ ഇഞ്ചും, അതായത് ഓരോ അക്കൗണ്ടുകളും പരിശോധിച്ചുകൊണ്ട് അത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, മറ്റ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലേക്കായാലും EDയുടെ അന്വേഷണം പരമാവധി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. എന്തുതന്നെയായാലും മണിക്കൂറുകൾ, അതായത് ഏകദേശം 2 മണിക്കൂറോളം അടുക്കുന്നു ഇപ്പോൾ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. എത്ര സമയം വേണമെങ്കിലും നീങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, മറ്റ് വിവരശേഖരണം മറ്റും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത്. ഈ പ്രധാനപ്പെട്ട ചില കാര്യമാണ്. കാരണം ബാങ്ക് അക്കൗണ്ടുകളിൽ ചിലത് മരവിപ്പിച്ചിരുന്നു. ബാങ്ക് ലോക്കർ നേരത്തെ പറഞ്ഞതുപോലെ സീസ് ചെയ്തിരുന്നു. ചില പ്രധാനപ്പെട്ട രേഖകൾ ED ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്. നേരത്തെ പിണറായി വിജയന്റെ വീട്ടിലെത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, അതിൻ്റെ ഭാഗമായാണ് ഇത്തരം നടപടിക്രമങ്ങളിലേക്കും ED കടന്നത്. അതിനുശേഷം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ബാങ്ക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഒരു ചോദ്യം ചെയ്യലിനും കൂടെയുള്ള സാധ്യത തുറന്ന് ഇരിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. അതായത് ഇനിയും EDയുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും, വ്യക്തത വരുത്തേണ്ടി വരും വീണ വിജയന്. രഞ്ജിത്ത്, തീർച്ചയായും. കാരണം അന്വേഷണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം വീടുകളിലെ പരിശോധനയ്ക്ക് ശേഷമാണ് വീണയ്ക്ക് സമൻസ് അയച്ചത്. അതായത് അവിടെ നിന്നും കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. പക്ഷേ അപ്പോൾ പോലും അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വീണ്ടും സമൻസ് അയക്കുമെന്നുള്ള വിവരം അപ്പോൾ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ പല രേഖകളും, അതായത് ED ആവശ്യപ്പെട്ട പല രേഖകളും സമർപ്പിച്ചു എന്നൊരു വിവരം വന്നിരുന്നു. പക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, അപ്പോൾ നൽകിയ വിവരങ്ങൾ, മൊഴിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ച വിവരത്തിന്റെ അടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അടക്കം EDക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത് നേരിട്ട്, അതായത് വിവരശേഖരണം ഈ ഒരു വീണയിൽ നിന്ന് മാത്രമല്ല, അവർ സമർപ്പിച്ച രേഖകളിൽ നിന്ന് മാത്രമല്ല, അതേ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ EDക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ ഒരു HDFC ബാങ്കിൽ മാത്രമായിരിക്കില്ല, മറ്റ് ക്രമക്കേടുകൾ, അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക ഇടപാട്, ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുമായി നടന്ന പല ഭാഗങ്ങളും, അതായത് വ്യക്തികളായിക്കോട്ടെ മറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ വിവരങ്ങളിലും EDയുടെ കൈയെത്തും, അല്ലെങ്കിൽ EDയുടെ അന്വേഷണം എത്തുമെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ HDFC ബാങ്കിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫ്രീസ് ചെയ്ത്, അതായത് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാൻ കഴിയാത്തൊരു അക്കൗണ്ടാണെങ്കിൽ പോലും ഈ ഒരു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സാമ്പത്തിക ഇടപാടുകൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ടുമായി ചേർന്നുകൊണ്ട് നടന്നിട്ടുണ്ടോ, മാത്രമല്ല ലോക്കറുമായി ബന്ധപ്പെട്ട, അതായത് ലോക്കറിലെ വിവരങ്ങളടക്കം ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ വീണ നൽകിയ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ വീണ നൽകിയ പല വിവരങ്ങളുടെയും
ഏകദേശ കണക്ക് ഇപ്പോൾ ഇ ഡിയുടെ മുൻപാകെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു പുനഃപരിശോധന അല്ലെങ്കിൽ അതിലൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണം ഏത് ഭാഗത്തേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ എവിടെ നിന്ന് ആരംഭിച്ചു, ഏതൊക്കെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്, ഏതൊക്കെ വ്യക്തികളിലേക്ക്. നമുക്കറിയാം ഇതിനു മുൻപ് പല പ്രമുഖരിലേക്കും മന്ത്രിമാരിലേക്ക് അടക്കം ഈ ഒരു സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം എത്തിച്ചേർന്നിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതിലടക്കം അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്നോണമാണ് ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം നടത്തുന്നത്. രഞ്ജിത്ത്, ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇ ഡി ഉദ്യോഗസ്ഥർ തലസ്ഥാനത്ത് HDFC ബാങ്കിലാണ് ഉള്ളത്. തോക്കേന്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ HDFC ബാങ്കിന് ഏതാണ് അഞ്ചോളം തോക്കേന്തിയ സുരക്ഷാ ഭടന്മാരെ HDFC ബാങ്കിന് മുന്നിൽ കാണാം. അങ്ങോട്ടേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. അതീവ സുരക്ഷിതമായാണ് ഇപ്പോൾ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കുന്നത്. ഇതിൻ്റെ നടപടിക്രമം എങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാരംഗ്, ബാങ്ക് ലോക്കറുകളിൽ അതിൻ്റെ കീ അടക്കം ശേഖരിച്ചുകൊണ്ട് അത് തുറന്ന് ബാങ്ക് ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിൽ പരിശോധിക്കും. എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കും. രേഖകളുടെ വിശദാംശങ്ങൾ തേടും. അങ്ങനെ ഉള്ള രീതിയിലാണ്. എന്തെങ്കിലും തരത്തിലുള്ള സാധന സാമഗ്രികൾ ഈ ലോക്കറിനുള്ളിലുണ്ട് എന്ന് ഇ ഡി പ്രതീക്ഷിക്കുന്നുമുണ്ടല്ലേ? എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ രേഖകൾ എന്തെങ്കിലും ഉണ്ടായേക്കാം ഒരു പക്ഷേ. തീർച്ചയായും രഞ്ജിത്ത്, കാരണം പരമാവധി തെളിവ് ശേഖരണം അല്ലെങ്കിൽ ഈ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇ ഡിയുടെ മുൻപിലുള്ള ഒരു പ്രത്യേക പരിഗണന നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ ഈ ഒരു സാമ്പത്തിക ക്രമക്കേട് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമടക്കം നിലനിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിലൊരു കേസല്ല, അല്ലെങ്കിൽ കൃത്യമായ ഇതിലൊരു ക്രമക്കേടോ അല്ലെങ്കിൽ ഒരു തെറ്റ് ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇ ഡിക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വിവരശേഖരണം അല്ലെങ്കിൽ തെളിവ് ശേഖരണം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ലോക്കറുകളിലായിരിക്കാം ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നൊരു സൂചനയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം ഇ ഡി ഇപ്പോൾ ഇങ്ങനെ ഒരു ലോക്കറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. അല്ല എങ്കിൽ അതിന് ഇ ഡിയെ പോലെ ഒരു ഏജൻസിക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹാർഡ് കോപ്പികൾ അല്ലെങ്കിൽ ഡോക്യുമെന്റുകൾ അത് ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിലെ വിവരങ്ങൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നേരിട്ട് ഇവിടെ എത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ലോക്കർ തുറന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ, അതായത് ഇനി സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വീണയെ വിളിപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ, അതായത് സുപ്രധാനപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും തന്നെ ഇവിടുന്ന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യലിനെയും അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടതും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉദ്യോഗസ്ഥർ അവിടെ തലസ്ഥാനത്തുണ്ട്. HDFC ബാങ്കിന്റെ സ്റ്റാച്യുവിലുള്ള HDFC ബാങ്കിന്റെ സെക്രട്ടേറിയറ്റിനടുത്തുള്ള HDFC ബാങ്കിന്റെ ശാഖയിലാണ് പരിശോധന എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും. പുറത്തുള്ള സുരക്ഷാ ഭടന്മാർ, തോക്കേന്തിയ സുരക്ഷാ ഭടന്മാർ മറ്റാരെയും കയറ്റിവിടാതെ എന്ന് മനസ്സിലാക്കേണ്ട ഈ സമയത്ത് ബാങ്കിന്റെ പ്രവർത്തനവും ഒരു തരത്തിൽ മുടങ്ങുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകും. കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കൾ വന്നു കഴിഞ്ഞാൽ അവരെ അകത്തേക്ക് കയറ്റിവിടാനുള്ള സാഹചര്യം കുറവാണ്. അത്രത്തോളം കർശനമായാണ് ഇ ഡി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഏതായാലും ബാങ്ക് ലോക്കറുകൾ, വീണാ വിജയനുമായി ചേർന്നുള്ള ബാങ്ക് ലോക്കറുകൾ, അതിലൊരു ലോക്കർ നേരത്തെ സീസ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് പിണറായി വിജയന്റെ വാടക വീട്ടിൽ നടന്ന പരിശോധനയ്ക്കൊപ്പം അങ്ങനെ കണ്ടെത്തിയ ചില പേപ്പറുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ, ചോദ്യം ചെയ്യലിൻ്റെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നടപടിയിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ കടന്നത്. അതിൻ്റെ ഭാഗമായാണ് അതായിപ്പോൾ ആ ലോക്കർ തുറന്ന് പരിശോധിക്കുന്ന നടപടിക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.